ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് തവ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി, പൂരി, പൊറോട്ട, അപ്പം എന്നിവയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു തവ ഫ്രൈ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പേസ്റ്റ് ആവശ്യമുണ്ട്. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ള എഗ്ഗ് പകുതിയായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിൽ നിന്നും കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഈ ഒരു മസാലയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവി എഗ്ഗിൽ നല്ലപോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു എഗ് തവ ഫ്രൈ ആണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു തവ ഫ്രൈ ഉണ്ടാക്കിയെടുത്തത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു.